സാമൂഹ്യവിരുദ്ധർ വാഹനം തകർത്ത് പണം അപഹരിച്ചതായി പരാതി. പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്താണ് വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചുവെന്ന് പരാതി ഉയർന്നു. കഴിഞ്ഞ 11-ാം തീയതിയാണ് സംഭവം. പൂപ്പാറയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറയ്ക്ക് മുൻപിലായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്ത് സാമൂഹ്യവിരുദ്ധർ പണം അപഹരിച്ചതായി പരാതി. ശാന്തമ്പാറ സ്വദേശി പാറക്കൽ രാജേന്ദ്രന്റെ വാഹനത്തിൽ നിന്നുമാണ് പണം അപഹരിച്ചത്. രാജേന്ദ്രന്റെ മകന്റെ കയ്യിലായിരുന്നു വാഹനം. സാങ്കേതിക തകരാറിനെ തുടർന്ന് പൂപ്പാറ AI ക്യാമറയ്ക്ക് മുൻപിലായി പാർക്ക് ചെയ്യുകയായിരുന്നു. തുടർന്ന് പിറ്റേ ദിവസം വാഹനം എടുക്കുവാനെത്തിയപ്പോഴാണ് മുൻവശത്തെ ചില്ല് തകർത്തിരിക്കുന്നതായും വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2,40,000 രൂപ മോഷ്ടിക്കപ്പെട്ടതായും അറിയുന്നത്. ഇതിനെ തുടർന്ന് രാജേന്ദ്രൻ ശാന്തമ്പാറ പോലീസിൽ പരാതി നൽകി. ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നും രാജേന്ദ്രൻ പറഞ്ഞു. 12-ാം തീയതി വൈകിട്ട് 7 മണിയോടുകൂടി എൻ്റെ കൊച്ചി എറണാകുളത്ത് വന്നു. അപ്പോൾ അവന് ബോഡി കൊണ്ട് കാണാൻ വേണമെന്ന് വണ്ടി ചോദിച്ചു. വണ്ടി കൊടുത്തു വിട്ടു. ടൗണിൽ നിന്ന് കറങ്ങിയപ്പോൾ തന്നെ കീറി വീഴണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു AI ക്യാമറ ഫ്രണ്ട് കൊണ്ട് വണ്ടി ഇട്ടിച്ച് പോയി കിടന്നു ഉറങ്ങാൻ വേണ്ടി റൂം എടുത്ത് കൊടുത്തിട്ടുണ്ട് ലോഡ്ജിൽ. അടുപ്പിൽ കിടന്നു. പിന്നെ രാവിലെ കൊച്ചി വണ്ടി ബുള്ളറ്റുമായിട്ട് വരുന്ന സമയത്ത് പുറത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ക്ലാസ് പോയിട്ട് കണ്ടു. അതിൽ 2 മണി എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ വൈകിട്ട് 3 മണി 4 മണി 5 മണി പരാതി കൊടുത്തിട്ടുള്ള പോലീസ് ഇവർ അന്വേഷിച്ചിട്ടില്ല. വണ്ടിക്കകത്ത് ഗ്ലാസ് പൊട്ടി ഡാഷ് വലിച്ചു കുറച്ച് 2 ലക്ഷത്തിന് എൻ്റെ വണ്ടിക്കകത്ത്. പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കാത്തതിനാൽ റോഡരികിൽ നിന്ന് വാഹനം മാറ്റുവാൻ സാധിച്ചില്ല എന്നും ഒരാഴ്ചക്കാലമായി വാഹനത്തിന് ലഭിച്ച ഓട്ടം നഷ്ടപ്പെട്ടു എന്നും രാജേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മോട്ടോർ വാഹന വകുപ്പിനോട് CCTV ദൃശ്യങ്ങൾ നൽകുവാൻ അപേക്ഷ നൽകിയതായും ശാന്തമ്പാറ പോലീസ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.